ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കളക്ഷനിലെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നലെ ഒരു ഡിസ്കൗണ്ട് സെയിൽ എപ്പിസോഡ് കണ്ടു. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഡിസ്കൗണ്ട് സെയിൽ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോട്ട സാരീസ് തന്നെയാണ്. കോട്ടൺ ചെക്കോട്ട സാരീസ് അല്ല, കോട്ട സാരീസിൻ്റെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരീസാണ്. എല്ലാം തന്നെ സെയിം റേഞ്ചിൽ വരുന്ന സെയിം ഡിസൈൻ, സെയിം റേഞ്ച് വിത്ത് ബ്ലൗസ് പീസ് വരുന്ന സാരിയാണ്. മെഷീൻ എംബ്രോയ്ഡറി ആണ്. ആപ്ലിക്യൂ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവിൽ നല്ല ഹെവി ആയിട്ട് ആപ്ലിക്യൂ വർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഓൾ ഓവർ ദ ബോഡി പോർഷനിൽ മോട്ടീവ്സ് സ്കാറ്റർ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ അല്ല, പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ചർച്ച് വെയർ ആയിട്ട് ബെസ്റ്റ് ആണ്. ചർച്ച് വെയർ മാത്രമല്ല, അതെല്ലാം നമുക്ക് നോർമൽ വെയറിലും യൂസ് ചെയ്യാം. ഞാൻ ചർച്ച് വെയറിന് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ ഈസ്റ്റർ ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ചർച്ച് വെയറിന് മാത്രമായിട്ടുള്ളതല്ല. ഓഫ് വൈറ്റ് കളർ സാരിയുടെ അകത്ത് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന നാല് സാരീസാണ് നമ്മൾ കാണുന്നത്. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കാണുന്നത്. എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസ് ആണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഒരു കുഞ്ഞു മോട്ടീവ്സ് ആണ്. ബോർഡർ ഫുൾ സ്കാലപ്പ് ചെയ്തിരിക്കുന്ന സാരീസ് ആണ്. അത്രയും ഹെവി എംബ്രോയ്ഡറി, മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരി വളരെ ബഡ്ജറ്റിൽ വരുന്ന റേഞ്ചിലാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിലേതിലാണ് നിങ്ങൾക്ക് താല്പര്യം, ഏത് ഷെയ്ഡാണ് താല്പര്യം എന്ന് വെച്ചാൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. ഇൻ കേസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, മൂന്നാമത്തെയാണോ, നാലാമത്തെയാണോ, 4 സാരീസ് ആണല്ലോ കാണിക്കുന്നത്, ഏത് സാരിയാണ്, ഏത് കളർ ഷെയ്ഡാണ്, അപ്പം നമ്പർ ഇട്ടായാലും പറഞ്ഞാൽ മതി. ചിലവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല. അപ്പം അത് ഏത് നമ്പറാണെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുകയെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എവിടേക്കാണ് ഡിസൈൻ വരുന്നത്. ചിലപ്പം ഇതിപ്പോൾ ഈ ഒരു സാരിയിൽ ഓൾ ഓവർ ദ ബോഡിയും പല്ലൂലും ഉണ്ട്, സ്ലീവിലും ഉണ്ട് എന്നുള്ളതല്ല. അതെല്ലാം എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരീസ് കാണിക്കുമ്പോൾ എത്ര പാറ്റേൺസ് ഉണ്ടെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്, എവിടേക്കാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വിശദമായി കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരീസ് 4 കണ്ടു നോക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എവിടേക്കാണ് വരുന്നത് അതിൻ്റെ ആ ഡിസൈനിങ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. ഇത് മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്, 2 എഡ്ജസും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്താണിയിൽ ഇതുപോലത്തെ പാറ്റേൺ ഹെവി ആയിട്ട് നല്ലോണം നമ്മുടെ ആപ്ലിക്യൂ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കോട്ട സാരിയാണ്. മെറ്റീരിയൽ കോട്ടയാണ്. ഓഫ് വൈറ്റ് കളറാണ് മെറ്റീരിയൽ. ഓഫ് വൈറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലൈറ്റർ ഷെയ്ഡ് ക്രീമിൻ്റെ അകത്താണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബ്രൗൺ കളർ ത്രെഡ് വർക്കാണ്, ആപ്ലിക്യൂ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് മെഷീൻ ആപ്ലിക്യൂ ആണ്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മുന്താണിയിൽ നല്ല തിക്കായിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. 2 സൈഡും സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. വളരെ കാണാൻ വളരെ കളർ കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. സുഖമായിട്ട് ഉടുക്കാവുന്ന, നമുക്ക് ഞെറിഞ്ഞുടുക്കാവുന്ന മെറ്റീരിയലാണ്. ഉടുത്തെടുത്തിരിക്കുന്ന മെറ്റീരിയലുമാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ മുന്താണി ഇതുപോലെയാണ്, നല്ല ഹെവി ആയിട്ടുള്ള വർക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിവിജ്വൽ പാറ്റേൺസ്, ഈ മോട്ടീവ്സ് മാങ്കോ ഡിസൈൻ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ട് ഇതുപോലെ വരുന്നുണ്ട്. ഈ മുന്താണിയിൽ മാത്രമാണ് ഇത്ര ഹെവി ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ ബോഡിയിലും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് മോട്ടീവ്സ് ആപ്ലിക്യൂ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. 2 എഡ്ജസും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ സാരിയുടെ 2 എഡ്ജസും സ്കാലപ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസിൽ ഇതുപോലെ ചെക്ക് ഇല്ലാത്ത പ്ലെയിൻ ബ്ലൗസിൻ്റെ അകത്ത് ഇതുപോലെ ഒരു മോട്ടീവ് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ അവിടെയായിട്ട്. ഇതുവരെയാണ് ബ്ലൗസിൻ്റെ സ്ലീവ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതുപോലെ സ്കാലപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു മോട്ടീവും കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ പ്ലെയിൻ ആണ്. സാരി ആകുമ്പോൾ ഇതുപോലത്തെ ചെക്സ് ഉണ്ട്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ലൈനിങ് ഇട്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കേണ്ടി വരും. ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പോൾ ലൈനിങ് വേണം. അപ്പോൾ ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത്. 2 സ്ലീവിലും ഇതുപോലത്തൊരു മോട്ടീവാണ്. ബാക്കി ഫുൾ സാരിയിലും ഇതുപോലെ ബോട്ടം പോർഷനിലൊക്കെ ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ട് ഇതുപോലത്തെ മോട്ടീവ്സ് ഓൾ ഓവർ ദ ബോഡി നമ്മുടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. നമ്മളിന്ന് 4 ഷെയ്ഡ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഷെയ്ഡ്, ഇതിൻ്റെ അകത്ത് ക്രീമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓഫ് വൈറ്റിൻ്റെ അകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ബ്രൗൺ ഷെയ്ഡ് ആപ്ലിക്യൂ വർക്കാണ് ഈ ഒരു സാരി വരുന്നത്.
നമ്മൾ ആദ്യം കണ്ട ബ്രൗൺ ആണെങ്കിൽ രണ്ടാമത് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ തന്നെ സെയിം എന്താ ഡിസൈനിങ് പാറ്റേൺ എല്ലാം സെയിം ആണ്. സെയിം പാറ്റേൺ ബോഡിയിൽ ഇതുപോലെ തന്നെ സ്കാറ്റർ ചെയ്തിട്ടുള്ളത്. മുന്താണി ഇതുപോലെ ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. ക്രീമിൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് മടക്കി വെച്ചിട്ടാണ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത്. 1 ലെയർ വരുമ്പോൾ ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത്. 1 ലെയർ വരുമ്പോൾ ഇത് ലെയറായിട്ട് കിടക്കുമ്പോൾ ഒരു ക്രീമി ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള സാരിയാണ്. അതിൻ്റെ അകത്താണ് ഇതുപോലത്തെ ഡിസൈനിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ ഷെയ്ഡ്. ഇനി അടുത്ത ഷെയ്ഡ് കാണാം. അടുത്തത് ഒരു ഗ്രേ ഷെയ്ഡാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗ്രേയും പിന്നെ അടുത്ത് കാണാൻ പോകുന്ന ഒരു ഷെയ്ഡുമാണ്. ഇത് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു ഗ്രേ, ലാവൻഡറുണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ ഇപ്പോൾ ഇതുമുണ്ട്. 3 ഷെയ്ഡായി. 4ാമത്തെ ഷെയ്ഡ് ഒരു നല്ലൊരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് തന്നെയാണ്. ഒരു ഒണിയൻ പിങ്ക് ആയിട്ടുള്ള ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. ആ ഷെയ്ഡാണ് ഇതും നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതുമാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഓരോ ആൾക്കാരുടെ താല്പര്യം. അപ്പോൾ ഈ 4 ഷെയ്ഡ്സാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ 4 സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ഡിസ്കൗണ്ട് സെയിലുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ 2 ദിവസവും നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള വൈറ്റും ഓഫ് വൈറ്റും സാരീസാണ് കണ്ടത്. അപ്പോൾ വിഷു സ്പെഷ്യൽ സാരീസും വരുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട. ഈസ്റ്റർ മാത്രമല്ല, വിഷുവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിഷു സ്പെഷ്യൽ സാരീസ് അടുത്ത ദിവസം വെള്ളിയാഴ്ച വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്ത് ഇരിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ ബൈ.